നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ചെവി വേദന, കേൾവിക്കുറവ്, അതുപോലെ രാത്രിയിൽ ഉറക്കമില്ലായ്മ, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഉറക്കം, ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുക, മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വായിലൂടെ ശ്വാസമെടുക്കുകയും, അതുപോലെ നിര തെറ്റിയ പല്ലുകൾ, ഉന്തിയ പല്ലുകൾ, പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കാരണമായിരിക്കും. ഹായ്, ഐ ആം ഡോക്ടർ അദീബ, സീനിയർ കൺസൾട്ടന്റ്, ഒലി ഹോമിയോപ്പതി, കീശേരി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തെക്കുറിച്ചാണ്. 10-12 വയസ്സിനിടയിലുള്ള മിക്ക കുഞ്ഞുങ്ങളിലും കാണുന്നതാണ് ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നവും വീക്കങ്ങളും. എന്താണ് അഡിനോയിഡ് ഗ്രന്ഥി? അഡിനോയിഡ് ഗ്രന്ഥി എന്ന് വെച്ചാൽ മൂക്കിന് പുറകുവശത്തായി, അതായത് തൊണ്ടയുടെ മുകൾ വശത്തായി സ്ഥിതി ചെയ്യുന്ന ടോൺസിൽ പോലെയുള്ള ഒരു ഗ്രന്ഥിയാണ്. പ്രതിരോധ ശേഷിക്കായിട്ട് അനിവാര്യമാണ് ഈ ഗ്രന്ഥിയും. അതുകൊണ്ട് തന്നെ സർജറി ഇല്ലാതെ ഈ ഗ്രന്ഥി അവിടെ നിലനിർത്തൽ ഒരു ആവശ്യകത തന്നെയാണ്. 10-12 വയസ്സാകുന്നത് വരെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ഡെവലപ്പ് ആവുന്നത് വരെ ഈ ഗ്രന്ഥി കുഞ്ഞുങ്ങളിൽ ആവശ്യമാണ്. ഇതിനായി നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. കുളിപ്പിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ വെയിലത്തിറക്കാതിരിക്കുക, അല്ലെങ്കിൽ വിയർക്കാൻ അനുവദിക്കാതിരിക്കുക. കളിച്ച് വിയർത്ത ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാതിരിക്കുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഫാനിന് നേരെ താഴെ ഉറക്കാതിരിക്കുക, അല്പം മാറ്റി കിടത്തുക. ഉറങ്ങുന്ന മുറിയിൽ പഴയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റുക. കാരണം ഇത്തരം വസ്തുക്കളിൽ നിന്ന് അലർജൻസ് ഉണ്ടാവുകയും അത് കൂടുതലായിട്ട് കുട്ടികളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ ഇത്തരം കുട്ടികളെ അമിതമായി എണ്ണ തേച്ച് കുളിപ്പിക്കാതിരിക്കുക. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, അവർക്ക് ധാരാളം വെള്ളം കൊടുക്കുക. ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആവാൻ അനുവദിക്കരുത്. കണ്ണ് പൊത്തി പിടിച്ച് ആവി പിടിപ്പിക്കുക. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് തന്നെയാണോ എന്ന് നോക്കുന്നതിനായിട്ട് നമ്മൾ സ്ലീവ് സ്റ്റഡി, നേസൽ എൻഡോസ്കോപ്പി, എക്സ്റേ തുടങ്ങിയവയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ കുഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തൽ നമ്മുടെ കൂടെ കടമയാണ്. സർജറി ഇല്ലാതെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഹോമിയോപ്പതിയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് അടുത്തുള്ള ഒരു ഹോമിയോപ്പതി ക്ലിനിക്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. താങ്ക് യു.